ഞാൻ വന്നിട്ടുള്ളത് ഒരു അഡാർ ഐറ്റം ആയിട്ടാണ്. വെറും 3 ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ. വെറും 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ഒരു സാധനം കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പുട്ടിൻ്റെ ബാക്കി ഒരു പീസാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ച് തേങ്ങയുണ്ട് പുട്ടുണ്ടാക്കിയതിൻ്റെ ബാക്കി തേങ്ങയാണിത്. ബാക്കി തേങ്ങ മീൻസ് പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താണെങ്കിലും കുറച്ച് തേങ്ങ പുട്ടിട്ട് വെച്ച പാത്രത്തിലുണ്ടാവുമല്ലോ, ആ തേങ്ങയാണ്. അപ്പോൾ പുട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ പുട്ട് ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ പാൻ ആദ്യം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ സമയത്താണ് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ പുട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്നൊരു ക്രിസ്പി ആയിട്ട് കിട്ടണം. നല്ലപോലെ ക്രിസ്പി ആക്കൊന്നും വേണ്ട. കണ്ടില്ലേ, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ചെറിയ ഏലക്കേൻ്റെ കുരു ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ്. ഇതിപ്പോൾ റെഡിമെയ്ഡ് പൊടിച്ച ശർക്കര വാങ്ങിയതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പിന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലഡു ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കണം കേട്ടോ. അതുകൊണ്ടാണ് തേങ്ങ കൂടുതൽ ഇട്ടത്. ഇനി ജസ്റ്റ് ഇതൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്നത് വരെ 2-3 കറക്കലൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ലഡു ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 കാഷ്നട്ട്. പിന്നെ കുറച്ച് കറുത്ത ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ലൊരു ലഡുവിൻ്റെ ഷേപ്പിലും ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ പുട്ട് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ്സാണിത്. നമുക്ക് ലഡുവൊക്കെ കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. പിന്നെ പുട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതെന്താണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം പുട്ട് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുകയില്ല. പിന്നെ എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. ശർക്കരയും തേങ്ങയും പിന്നെ നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ പിന്നെ പുട്ടും കൂടെ ആകുമ്പോൾ വേറെ ലെവലാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ. എന്നാലാണ് ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്